ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു 3D പ്രിൻ്റർ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഇതൊരു ഫ്ലിപ്പ് ക്ലോക്ക് ആണ്. ഇത് 3D പ്രിൻ്റർ ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ്, അതായത് ഇങ്ങനെ ഫ്ലിപ്പായിട്ട് ഓരോ ഡേറ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തു. ഇത് ആക്ച്വലി രണ്ടിൻ്റെ ഡേറ്റും മന്തും ഉള്ള വെർഷനാണ്. ഇപ്പം ഡേറ്റ് ഞാൻ ഓൾറെഡി അസംബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മന്ത് അസംബിൾ ചെയ്യാം. ഇതിൻ്റെ അസംബിളി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ വരുന്നത് ഒരു സൈഡിൽ ഇതിൻ്റെ സെൻട്രൽ റോഡാണിത്. സെൻട്രൽ റോഡ് കണക്ട് ചെയ്യുന്നു. ഇത് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു എൻഡും കൂടെ ഉണ്ട്, അതും കൂടെ കണക്ട് ചെയ്താൽ ഓക്കെ. ഇത് കണക്ട് ചെയ്തിട്ട് ഈ റോഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും, ഇതിലേക്ക് പോകും. ഇത് അതിനുള്ളിൽ പോയിട്ട് ലോക്ക് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ പോക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതിന് പോക്കറ്റിനുള്ളിൽ പോയിട്ട് ഇത് ലോക്കാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് പോയിട്ട് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീവ്സ് ലോഡ് ചെയ്യാം. ഓക്കെ, ആദ്യം വരുന്നത് ജനുവരിയുടെ ഫസ്റ്റ് ബോട്ടം ഹാഫാണ്. ലോഡ് ചെയ്യാനായിട്ട് ഓക്കെ, ജനുവരിയുടെ ബോട്ടം ലോഡായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫെബ്രുവരിയുടെ ഇതിൽ വരും. ഇത് ജനുവരിയുടെ ഫസ്റ്റ് ഹാഫാണ് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് കണ്ടുപിടിക്കണം. ഇത് ഫെബ്രുവരിയാണ്. അപ്പം ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജനുവരിയുടെ സെക്കൻഡ് ഹാഫ് ഇതായിരുന്നു. അത് എനിക്ക് ഇതായില്ല, മിസ്സായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലീഫ് ലോഡ് ചെയ്യുക. അപ്പോൾ ജനുവരി സെക്കൻഡ് ഹാഫ് നോക്കി ഇതിൻ്റെ അടുത്ത പോക്കറ്റിലേക്ക് നോക്കിയിട്ട് കൊടുക്കണം. ഓക്കെ, സോ നമ്മുടെ ജനുവരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരിയുടെ സെക്കൻഡ് ഹാഫ് വരുന്നുണ്ട്.
ഓക്കെ, നമ്മുടെ അസംബ്ലി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാം. സോ ആദ്യം ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഗിയറാണ്. ഈ ഗിയറാണ് ഇതിൻ്റെ റൊട്ടേഷൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യുന്ന ഗിയർ. അതിന് അടുത്ത് വരുന്നത് അതിൻ്റെ ഒരു നോബ് ഫിക്സ് ചെയ്യുന്ന ഒരു സ്ക്രൂ. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതെടുക്കാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതിൽ നമുക്ക് ഈ സൈഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലിപ്പ് ക്ലോക്ക് ഏകദേശം ഇതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്ലിക്ക് സൗണ്ട് വരാനായിട്ട് നമുക്കിവിടെ ഒരു അറ്റാച്ച്മെൻ്റ് കൂടെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു കണക്ടറുണ്ട്. ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സ്ലോട്ടുണ്ട് ഇതിന് സൈഡിൽ. ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഫ്ലിപ്പ് ക്ലോക്കിൻ്റെ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോക്ക്. ഇതിൻ്റെ അസംബ്ലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്കിതിൻ്റെ ബാക്കിലെ കവർ വെച്ച് അസംബ്ലി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ.